നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഓഗസ്റ്റ് 1 മുതൽ ജീവിതത്തിൽ വിജയം നേടുന്ന കുറച്ച് നക്ഷത്രക്കാർ. ഇവർക്ക് എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇവരുടെ കഴിവുകൾ, ഇവരുടെ പരിശ്രമം, അധ്വാനമൊക്കെ ജീവിതത്തിൽ വിജയം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ധാരാളം പണം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഇവരുടെ ഈശ്വര കാരുണ്യം, ദൈവിക കാര്യങ്ങളിലുള്ള ഇടപെടലുകൾ ഒക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ്. ഓഗസ്റ്റ് 1 മുതൽ ഈ നക്ഷത്രക്കാർക്ക് വലിയ സൗഭാഗ്യം വന്നു ചേരുന്നു. ഭാഗ്യം ഇവരുടെ കൂടെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഇവരെ തേടിയെത്താൻ പോകുന്ന മഹാഭാഗ്യം ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ കരകയറുന്ന ഒരു സമയമാണ്. ഇതുവരെ അനുഭവിച്ച പലവിധ കഷ്ടതകൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ അറുതി വരുന്നു. ഈ ഒരു അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ ഇവർ ജീവിതത്തിൽ രക്ഷപ്പെടും. ഇവർ സമൂഹത്തിലും കുടുംബത്തിലും ഇവർ ജോലി ചെയ്യുന്ന ഇടത്തിലൊക്കെ ഒറ്റപ്പെട്ടു നിന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. സകലമാന ദുഃഖങ്ങളും മനസ്സിൽ പേറിക്കൊണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ മാറാൻ പോകുന്ന ഒരു സമയമാണ്. വളരെയേറെ ഭാഗ്യം ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നതോടുകൂടി ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും. ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നു. ഇവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുക, വഴിപാടുകൾ ചെയ്യുക. ഭാഗ്യം ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇപ്പോൾ ഉള്ള പലവിധ ബുദ്ധിമുട്ടുകൾ കടക്കാൻ അതിലൂടെ സാധിക്കും. ജീവിതത്തിലെ സമൃദ്ധിയും ഐശ്വര്യവും ഇതുവരെ അനുഭവിച്ച കൈപ്പേറിയ അനുഭവത്തിൽ നിന്നൊക്കെ മാറി വളരെ അനുകൂലമായി ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യം വന്നു ചേരും. എല്ലാ കഷ്ടതകളും ദുഃഖ ദുരിതങ്ങളുമൊക്കെ മാറി ഓഗസ്റ്റ് 1 മുതൽ ജീവിതത്തിൽ മഹാഭാഗ്യം വന്നു ചേരും. ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ ഇവർക്കെടുക്കാൻ സാധിക്കും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇനി വരുന്നൊരു കാലഘട്ടത്തിൽ ഭാഗ്യവും സൗഭാഗ്യവും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറി വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് വലിയ സൗഭാഗ്യം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. ഇവർക്ക് നല്ലൊരു ജോലി ലഭിക്കാനുള്ള അവസരം വന്നു ചേരുന്നു. മനസ്സിന് ഇഷ്ടപ്പെട്ട ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു ജോലി, ഇതുവരെ ഒരു താൽക്കാലിക ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടും ലഭിക്കാത്ത ആ ജോലിയാണ് ഇപ്പോൾ സ്ഥിര വരുമാനത്തോടുകൂടി ഇഷ്ടപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിക്കും. കുടുംബത്തിൽ എല്ലാവിധത്തിലും ആനുകൂല്യങ്ങൾ വർദ്ധിച്ചു കാണും. വീട് നിർമ്മാണം ആയി ബന്ധപ്പെട്ടുള്ള പലവിധ തടസ്സങ്ങൾ മാറും ഈ നക്ഷത്രക്കാർക്ക്. അതായത് പുതിയൊരു വീടെന്നൊരു സ്വപ്നം വയ്ക്കാനുള്ള ഒരു സന്ദർഭം, സമയം അവർക്ക് വന്നു ചേർന്നിരിക്കുന്നു. അതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങുന്നതിനും ചിലപ്പോൾ അവർക്ക് വലിയ ഭാഗ്യത്തോടു കൂടി, ലോട്ടറി ഭാഗ്യത്തോടു കൂടി സൗഭാഗ്യം വന്നു ചേർന്നുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേർന്നതോടുകൂടി പുതിയ വീട് വാങ്ങുന്നതിനോ അത് പുതുക്കി പണിയുന്നതിനോ സാധിക്കുന്ന ഒരു സമയമാണ്. സ്വത്തുവകകൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. വിദേശത്ത് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പോകാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ്. വിദേശത്ത് നല്ല നിലയിൽ എത്താനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. ഏറ്റവും ഭാഗ്യവും സൗഭാഗ്യവും ഒക്കെ വന്നു ചേർന്നുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി കറുകമാല ഭഗവാന് വഴിപാടായി സമർപ്പിക്കുക. ജീവിത ദുഃഖങ്ങളും തടസ്സങ്ങളും മാറുന്നതിനും എല്ലാവിധ ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഇതിലൂടെ സാധിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർ കുതിച്ചുയരുക തന്നെ ചെയ്യും. ഇവർ ജീവിതത്തിൽ രക്ഷപ്പെടും. ജീവിതത്തിൽ വിജയത്തുടക്കം തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഭാഗ്യം കൊടുമുടി കൊണ്ടു നിൽക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് ലോട്ടറി അടിക്കാനും അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം, അത് തൊഴിലിൽ നിന്നാകട്ടെ, ബിസിനസ് പരമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആ കച്ചവടത്തിൽ നിന്നാകട്ടെ വലിയ മാറ്റങ്ങൾ, വലിയ ഉയർച്ചകൾ, സാമ്പത്തിക ഉന്നതിയൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളും ഒരുങ്ങുന്നു. കഷ്ടപ്പാടും ദുഃഖ ദുരിതങ്ങളുമൊക്കെ മാറുന്നു. ബിസിനസ്സിൽ ഇതുവരെ ലഭിച്ച വരുമാനത്തിൽ നിന്നും വലിയ ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഭാഗ്യം ഒട്ടേറെ ഇവരെ കടാക്ഷിക്കുന്നതോടുകൂടി
ഇവർ ആഗ്രഹിച്ചതും വിചാരിച്ചതുമായ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നു. ഭാഗ്യം കൊടുമുടി കയറി നിൽക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് ട്രാൻസ്ഫർ പോലെ പ്രൊമോഷനോട് കൂടി ഒരു ട്രാൻസ്ഫർ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് ധാര, കൂവളമാല, ജലധാര, പിൻവിളക്ക് ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ ഭാഗ്യവും എല്ലാ വിധത്തിലുള്ള ദോഷ ദുരിതങ്ങൾ മാറുന്ന സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരും. വിദേശത്തേക്ക് വലിയ തോതിലുള്ള നേട്ടങ്ങൾ വിദേശത്ത് നിന്ന് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. തിരുവാതിര നക്ഷത്രക്കാർ ജീവിതത്തിൽ രക്ഷപ്പെടും. ഇവർ കുടുംബക്ഷേത്രത്തിലും ദർശനം നടത്തുക. കുടുംബ ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇവരെ ഭാഗ്യം കടാക്ഷിക്കും. ഈശ്വരാധീനത്തോടുകൂടി, ഈശ്വരന്റെ അനുഗ്രഹത്തോടുകൂടി ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ തീരാ ദുഃഖങ്ങൾക്ക് അറുതി വരുത്താൻ സാധിക്കുന്നു. ഇവർ രക്ഷപ്പെടും. അത്ര ഏറെ ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നതോടുകൂടി അവർക്ക് എല്ലാ വിധത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പുണർദം നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നു കിട്ടും. നല്ലൊരു വിവാഹബന്ധം ലഭിക്കാനുള്ള അവസരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യ നേട്ടങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സമ്പന്ന യോഗം തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. ധാരാളം പണം ഒന്നു ചേരുന്നതിനും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറി മികച്ച നേട്ടങ്ങൾ കൊയ്യാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. ഭാഗ്യം ഇവരുടെ കൂടെയുണ്ട്. ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നാളുകൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. മികച്ച ഉയർച്ചകൾ ഉണ്ടാകുന്നു. ദുഃഖങ്ങൾ മാറി രക്ഷപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുക. വഴിപാടുകൾ സമർപ്പിക്കുക. കടുംപായസം ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറും. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് പരീക്ഷണ കാലഘട്ടമൊക്കെ മാറുന്നു. ഇവർ രക്ഷപ്പെടാനുള്ള വഴി തെളിയുന്ന ഒരു സമയമാണ്. വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ദൈവാധീനമൊക്കെ ഉണ്ട്. എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുകയും ഭാഗ്യം ഇവരെ കടാക്ഷിക്കുകയും ചെയ്യുന്നു. കുടുംബത്തിന് ഒന്നടങ്കം നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ ഉയർച്ചകളൊക്കെ ലഭിക്കുന്നു. പ്രവചനാതീതമായ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും പല തടസ്സങ്ങളും മാറി നിൽക്കുന്നു. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. വഴിപാടുകൾ സമർപ്പിക്കുക. ഭഗവാന് പാലഭിഷേകം, പഞ്ചാമൃത അഭിഷേകം ഈ വഴിപാടുകൾ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വലിയ മികച്ച നേട്ടങ്ങൾ ഇവർക്ക് കൈവരും. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് സമൃദ്ധിയും സന്തോഷവും മനസമാധാനമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ പലവിധ കഷ്ടതകൾക്ക് അറുതി വരുന്നു. ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോകുന്ന ഒരു സമയമാണ്. ദുഃഖങ്ങൾ ഒരുപാട് ഇവർ അനുഭവിച്ചിട്ടുണ്ട്. ഇവരുടെ സ്വപ്നത്തിൽ പോലും ഇവർ രക്ഷപ്പെടും എന്നുള്ള ചിന്ത പോലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉള്ള അനുകൂലമായ സമയം കൊണ്ട് ഇവർക്ക് നടന്നു കിട്ടാൻ പോകുന്ന മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ, ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും. ജീവിതത്തിൽ ഭാഗ്യം കടാക്ഷിക്കും. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരാൻ പോകുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടവും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ഈ നക്ഷത്രക്കാർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സൗഭാഗ്യ സമ്പന്നമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ഭാവി ശോഭനമായി തീരുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് മാറും. അവശതകൾ അനുഭവിക്കുന്ന, ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ചികിത്സകൾ ഫലിക്കും. മനസ്സന്തോഷം ഉണ്ടാകും. സന്തോഷകരം സമാധാനപൂർണമായ ഒരു ജീവിതം ഇവർക്ക് നയിക്കാൻ സാധിക്കും. മികച്ച നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. ഭാഗ്യം ഇവരുടെ കൂടെയുണ്ട്. കഷ്ടതകളും ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഇവർക്ക് നേട്ടങ്ങളൊക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മനോഹരമായ ജീവിത നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരും. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന, സാമ്പത്തിക വിജയമൊക്കെ വന്നു ചേരുന്ന മികച്ച അവസരങ്ങൾ ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ്.
ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്തുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് ഭഗവാന് പാൽപായസ നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നേട്ടങ്ങളുണ്ടാകും. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് രക്ഷപ്പെടാനുള്ള ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക മുന്നേറ്റം, ഉയർന്ന വരുമാനം, ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ, അനുകൂലമായ വാതിലുകൾ തുറന്നു കിട്ടുന്ന സമയം ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇവർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.